അനൂപ്, IC ബാലകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ, MLA ചോദ്യം ചെയ്യൽ ഇന്നും തുടരുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇന്നലെ ചോദ്യം ചെയ്തു, പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല ചോദ്യങ്ങൾക്കും MLAക്ക് വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ചും രേഖകൾ, സാമ്പത്തിക രേഖകളടക്കം കാണിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ പലതിനും മറുപടിയില്ലായിരുന്നു എന്ന് കേൾക്കുന്നു അനൂപ്. മനു, കൽപ്പറ്റ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് കോടതിയുടെ മുൻകൂർ ജാമ്യവ്യവസ്ഥ പ്രകാരം ഇന്നലെയാണ് MLA IC ബാലകൃഷ്ണൻ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായത്. രാവിലെ 11 മണിയോടുകൂടി തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ഏതാണ്ട് ഒരു 6 മണിക്കൂറോളം ഈ ചോദ്യം ചെയ്യൽ തുടർന്നു. ഇതിലാണ് മനു സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ഈ ശുപാർശ കത്തുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഈ IC ബാലകൃഷ്ണൻ ബത്തേരി അർബൻ ബാങ്കിൽ NM വിജയന്റെ മകനെ പിരിച്ചുവിട്ട ഒഴിവിൽ മറ്റൊരു വ്യക്തിയെ നിയമിക്കുന്നതിന് വേണ്ടി ഒരു ശുപാർശ കത്ത്, അത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്, അത്ര ഒരു ശുപാർശ കത്ത് നൽകി എന്ന സംബന്ധിച്ചുള്ള ആക്ഷേപ ആരോപണവും വലിയ ശക്തമായി തന്നെ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യം ചെയ്യൽ ഇന്നലെ പ്രധാനമായി നടന്നത്. അതോടൊപ്പം നേരത്തെ ഡോക്ടർ സണ്ണി ജോർജ് വെളിപ്പെടുത്തിയ, മുൻ ബാങ്ക് ചെയർമാൻ സണ്ണി ജോർജ് വെളിപ്പെടുത്തിയ 17 പേരുടെ ലിസ്റ്റ് ബാങ്ക് നിയമനത്തിന് IC ബാലകൃഷ്ണൻ നൽകി എന്നത് സംബന്ധിച്ചും പിന്നീട് വിവിധ ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ നിയമനങ്ങൾക്ക് വേണ്ടി ശുപാർശ നൽകി എന്നുള്ളതുമായിട്ടുള്ള ശുപാർശപരമായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം ഈ ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുമാണ് പ്രധാനമായും IC ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിൽ നിന്ന് ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വന്നത്. നമുക്കറിയാം, ഇതിൽ പോലീസ്, ക്രൈംബ്രാഞ്ച് സംയുക്ത സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പോലീസ് ബത്തേരി ഡിവൈഎസ്പി KK അബ്ദുൽ ഷരീഫിന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണ സംഘം ഇപ്പോഴുള്ളത്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പ്രധാനമായും അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ വിവരങ്ങൾ തേടുന്നത് ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. KK പ്രവീൺ കുമാർ എന്ന ക്രൈംബ്രാഞ്ച് CI ഈ സംഘത്തിലുണ്ട്. ക്രൈംബ്രാഞ്ച് DYSP അടുത്ത ദിവസങ്ങളിൽ ഈ സംഘത്തോടൊപ്പം ചേരുകയുള്ളൂ. ഏതായാലും അവരുടെ നേതൃത്വത്തിൽ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത IC ബാലകൃഷ്ണൻ തേടുകയും ചെയ്തു. ഏതായാലും ആ വിധത്തിൽ ചോദ്യം പുരോഗമിക്കുകയാണ്. ഇന്ന് അതോടൊപ്പം ഈ KK ഗോപിനാഥിന്റെയും അതോടൊപ്പം ND അപ്പച്ചന്റെയും DCC പ്രസിഡന്റിനും അവരിൽ നിന്ന് അവരെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരുന്നു. അവരിൽ നിന്ന് ഈ ചോദ്യം ചെയ്യലിനിടെ ലഭിച്ച ചില നിർണായകമായ വിവരങ്ങളുണ്ട്, ചില രേഖകളുണ്ട്. അത് KK ഗോപിനാഥന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച, റെയ്ഡ് നടത്തിയപ്പോൾ ലഭിച്ച ചില രേഖകൾ, അത് സാമ്പത്തിക ഇടപാടുകളുമായിട്ടുള്ളതാണ്. KK ഗോപിനാഥിനും IC ബാലകൃഷ്ണൻ നേരിട്ട് നടത്തിയ ചില സാമ്പത്തിക ഇടപാടുകൾ, അതോടൊപ്പം ഈ നിയമനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചില രേഖകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളും എല്ലാമാണ് IC ബാലകൃഷ്ണനോട് ഇന്നലെ പ്രധാനമായും ഈ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത്. ഏതായാലും ആ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. ശനിയാഴ്ച വരെയാണ് ഒരു കാലാവധി, അതായത് ഇന്നലെ മുതൽ ശനിയാഴ്ച വരെയാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ IC ബാലകൃഷ്ണൻ ഈ സമയബന്ധിത കസ്റ്റഡിയിൽ അന്വേഷണം മുമ്പാകെ ഈ വിഷയത്തിൽ ആത്മഹത്യാ പ്രേരണ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകേണ്ടത്. ഏതായാലും അത് ഇന്നും തുടരും. നേരത്തെ ND അപ്പച്ചനെയും KK ഗോപിനാഥിനെയും ബത്തേരി DYSP ഓഫീസിലാണ് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ കൽപ്പറ്റ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പിലാണ് IC ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത്. ദീർഘനേരം അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ നിലയിൽ നീണ്ടിരുന്നു. ഏതായാലും സ്വാഭാവികമായും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ളവ സ്വാഭാവിക നടപടികളായി തന്നെ ഏതായാലും വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ചോദ്യം ചെയ്യലിന്റെ അവസാന ദിവസം അദ്ദേഹത്തിന്റെ അറസ്റ്റും ഈ ND അപ്പച്ചന്റെയും KK ഗോപിനാഥിനും സമാനമായി അദ്ദേഹത്തിന്റെ അറസ്റ്റും രേഖപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷത്തിൽ ഒന്നാം പ്രതിസ്ഥാനത്തുള്ള IC ബാലകൃഷ്ണനാണ് ഈ വിവരങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് തേടേണ്ടുള്ളത്, അന്വേഷണ സംഘത്തിന് അറിയേണ്ടത്. അതിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല, ഈ ആത്മഹത്യാ പ്രേരണയ്ക്ക് അനുബന്ധമായിട്ടുള്ള മറ്റു പല സംഭവങ്ങളുണ്ട്. അത് അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് മറ്റും എല്ലാം ഉള്ളതാണ്. ആ വിവരങ്ങളെല്ലാം IC ബാലകൃഷ്ണൻ നിന്ന് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ആ വിധത്തിൽ അറിയാൻ അന്വേഷണ സംഘം ഏതായാലും ശ്രമിക്കും. ഏതായാലും അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ് ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ്. എന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വിധത്തിൽ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടെ ചില വഞ്ചന കേസുകൾ കൂടി ഈ കേസിന് പശ്ചാത്തലമായി വരുന്നു വന്നിരുന്നു. 3 പരാതികൾ നേരത്തെയുണ്ട്. അപ്പോഴത്തെ പത്രോസ്, രാജി, അതുപോലെ തന്നെ സൂരജ് പരാതി തുടങ്ങിയ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് പണം വാങ്ങി ജോലി നൽകാത്ത സാഹചര്യത്തിൽ ദീർഘവർഷങ്ങൾ കഴിഞ്ഞ് അവർ നൽകുന്ന പരാതിയാണിത്. ഏതായാലും ആ പരാതികൾ കൂടി പരിഗണിക്കുകയാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട്. അതിനിടെയാണ് ഇന്നലെ ഒരു പരാതി കൂടി IC ബാലകൃഷ്ണനെ പ്രതിസ്ഥാനത്താക്കി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം
നെന്മേലി താമരച്ചാലിൽ ഐസക് എന്നയാൾ തന്റെ കയ്യിൽ നിന്ന് നിയമനത്തിനു വേണ്ടി IC ബാലകൃഷ്ണന് വേണ്ടി NM വിജയനും കോൺഗ്രസ് പ്രാദേശിക നേതാക്കളും പണം വാങ്ങി. ഈ പണം വാങ്ങി ഏതാണ്ട് ഒരു 10 വർഷം കഴിഞ്ഞിട്ടും തിരിച്ചിരുന്നില്ല. ഏതാണ്ട് 17 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൽ നിന്ന് വിവിധ ഘട്ടങ്ങളായി 2013 ശേഷം NM വിജയനും കോൺഗ്രസ് പ്രാദേശിക നേതാക്കളും IC ബാലകൃഷ്ണന് വേണ്ടി എന്ന രീതിയിൽ വാങ്ങിയത് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ പണം തിരിച്ചു നൽകാൻ നടപടി ആവശ്യപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പരാതി. ഏതായാലും അതിലും പ്രതിഷേധത്തിൽ നിൽക്കുന്നത് IC ബാലകൃഷ്ണനാണ്. IC ബാലകൃഷ്ണനും അതോടൊപ്പം അന്നത്തെ DCC പ്രസിഡന്റ് PV വരദരാജൻ, അദ്ദേഹം പിന്നീട് മരണപ്പെട്ടുപോയി. അവർ രണ്ടുപേരും കൂടി അറിഞ്ഞാണ് ഈ ഇടപാട് നടക്കുന്നത്. അവരാണ് ഈ ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നത് എന്ന് പറഞ്ഞ് NM വിജയൻ ഉൾപ്പെടെയുള്ളവർ തന്നിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് താമരച്ചാലിൽ ഐസക്കിന്റെ പരാതി. താമരച്ചാലിൽ ഐസക് നമ്മോട് ഇത് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയതാണ്. ആ ഘട്ടത്തിൽ തീർച്ചയായും ആ പരാതികൾ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അനൂപ്, ഈ IC ബാലകൃഷ്ണനെയൊക്കെ കുരുക്കിലാക്കിക്കൊണ്ട് ഇന്നലെ KK ഗോപിനാഥൻ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ടല്ലോ. അതായത് വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക നില സർക്കാർ പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ തുറന്നു പറച്ചിൽ. അത് അപ്രതീക്ഷിതമായിരുന്നില്ലേ? ഗോപിനാഥന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നിലപാട് വരുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നു. ആ വാക്കുകൾ അവരുടെ ഉള്ളിൽ ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായും അത്തരം വിവാദങ്ങൾ, അത്തരം ഒരു സാഹചര്യം ഏതായാലും വയനാട്ടിലൂടെയുണ്ട്. വയനാട്ടിൽ പൊതുവിൽ ഉയർന്നു വരുന്ന ചില കോൺഗ്രസിനുള്ളിലെ ചില ഭിന്നതകൾ അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള ആവശ്യങ്ങൾ അത് KK ഗോപിനാഥനിലൂടെ പുറത്തു വന്നു എന്നത് വേണം നാം മനസ്സിലാക്കാൻ. KK ഗോപിനാഥൻ ഈ പറയുന്ന ഇക്കാര്യം കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസിൽ വിവിധ അഭിപ്രായങ്ങളായി രൂപപ്പെട്ട കാര്യമാണ്. പലരും നമ്മുടെ രഹസ്യമായി ഇക്കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. പ്രത്യേകിച്ച് ചില ജനപ്രതിനിധികളുടെ സാമ്പത്തിക വളർച്ച, സമീപകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അഭിവൃദ്ധി അത് അന്വേഷിക്കണം. അതിന്റെ പിന്നിൽ മറ്റു ചില ഇടപാടുകളും ഇതിൽ സമാനമായ രീതിയിലുള്ള അഴിമതികളും എല്ലാം ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായം പൊതുവിൽ കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടെല്ലാം വിവിധ ചർച്ചകൾ ഈ നേതൃസ്ഥാനത്തെ സംബന്ധിച്ച് വരുമ്പോൾ, DCC പ്രസിഡന്റ് സ്ഥാനത്തെ സംബന്ധിച്ചെല്ലാം വരുമ്പോൾ അതെല്ലാം ചില വ്യക്തികളെ കേന്ദ്രീകരിക്കും, പിന്നീട് അത് മുടങ്ങിപ്പോവുകയും എല്ലാം ചെയ്യുന്നത് ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ നിലവിൽ DCC പ്രസിഡന്റായിട്ട് പരിഗണിക്കുന്നത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത്തരം വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടെ ഈ KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടെ ഈ വയനാട്ടിലെ വിഷയം വലിയ ചർച്ചയായിരുന്നു. നേതൃമാറ്റം എന്ന ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ നേതൃമാറ്റം ഉടൻ വയനാട്ടിൽ വേണം എന്നൊരു അഭിപ്രായം പൊതുവിൽ ഉയർന്നു വരികയൊക്കെ ചെയ്തു. അപ്പോൾ പരിഗണിക്കപ്പെട്ട പലരുടെയും പേരിൽ അഴിമതി ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരെ ഈ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം വയനാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ND അപ്പച്ചനെ മാറ്റിയാൽ മറ്റൊരാളെ ഈ സ്ഥാനത്തേക്ക് ഏത് വിധത്തിൽ കൊണ്ടുവരും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആണ് ഞാൻ ഈ പറഞ്ഞ അനിശ്ചിതത്വം അതിലാണ് നിൽക്കുന്നത്. ഏതായാലും അതെല്ലാം ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വിധത്തിൽ വയനാട്ടിലെ കോൺഗ്രസിൽ പൊതുവിൽ പുകയുന്ന വലിയ ഒരു അസംതൃപ്തിയും ഭിന്നതയുമുണ്ട്. ആ ഭിന്നത KK ഗോപിനാഥനിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വരികയായിരുന്നു. KK ഗോപിനാഥൻ ഇക്കാര്യം തുറന്നെടുത്ത് പറയുക തന്നെ ചെയ്തു. ND അപ്പച്ചന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഈ DCC പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് ഇപ്പോഴുണ്ടായിട്ടുള്ള കാലഘട്ടത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു പരിണാമം അല്ലെങ്കിൽ ആ വിധത്തിൽ ഒരു വളർച്ച പരിശോധിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം ഉത്തരം കിട്ടുമല്ലോ. പൊതുവിൽ വയനാട്ടിലെ ഈ ജനപ്രതിനിധികളായി വന്ന ആളുകളുടെ എല്ലാം സാമ്പത്തിക സ്ഥിതി പരിഗണിക്കുക അല്ലെങ്കിൽ അത് അന്വേഷിച്ചാൽ, സർക്കാർ ഏജൻസികൾ വ്യക്തമായി അന്വേഷിച്ചാൽ ഇതിനെല്ലാം ഉത്തരവുണ്ടല്ലോ എന്നാണ് KK ഗോപിനാഥൻ പറഞ്ഞത്. നമുക്കറിയാം KK ഗോപിനാഥൻ ഈ ബാഗിന്റെ എല്ലാം ഔദ്യോഗിക സ്ഥാനത്ത് നേരത്തെ നിരവധി വർഷങ്ങൾ ഇരുന്നയാളാണ്. വയനാട്ടിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ കൂടി ഈ സംഭവങ്ങൾക്കെല്ലാം അനുബന്ധമായി പശ്ചാത്തലമായി വീണ്ടും ഉയർന്നു വരികയാണ്, വീണ്ടും ഒരു ചർച്ച സൃഷ്ടിക്കുകയാണ്. ഏതായാലും NM വിജയന്റെ മരണവും അതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും എല്ലാം വയനാട്ടിൽ ഈ വിധത്തിൽ കോൺഗ്രസിൽ ഭിന്നതയ്ക്കും അതുപോലെ ഒട്ടേറെ പ്രശ്നങ്ങൾക്കും ആ വിധത്തിൽ ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കുകയാണ്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് മനു. ശക്തമായ അന്വേഷണമാണ് നടക്കുന്നത്. വിജിലൻസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. വിജിലൻസ് പ്രാഥമിക മൊഴിയെടുക്കലെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. കേസ് ഒത്തുതീർപ്പാക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ സംബന്ധിച്ച് ചില പരാതികൾ കൂടി വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് മൊഴിയെടുക്കുന്നതിനിടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അനീഷ് ജോസഫിന്റെ നാം നേരത്തെ പുറത്തുവിട്ട വലിയ വിവാദമായ വെളിപ്പെടുത്തലായിരുന്നു അദ്ദേഹത്തിന്റേത്. ഈ പണം IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഉള്ളവർ വാങ്ങി എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നത്. ആ കേസിൽ നടത്തിയ ചില ഒത്തുതീർപ്പ് കാര്യങ്ങൾ കൂടി വിജിലൻസിന്റെ മൊഴിയെടുക്കലിൽ അദ്ദേഹം അനീഷ് ജോസഫ് വയനാട്ടിലെത്തി നൽകി എന്നുള്ള ഒരു വിവരം കൂടിയുണ്ട്. ഏതായാലും ഏതായാലും നമുക്ക് നോക്കാം. ഏതായാലും അനൂപ്, വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. ഒരു വശത്ത് വിജിലൻസിന്റെ അന്വേഷണം, മറുവശത്ത് ക്രൈംബ്രാഞ്ച് പോലീസ് സംഘത്തിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും IC ബാലകൃഷ്ണന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നമ്മുടെ മുന്നിൽ ബാക്കി നിൽക്കുന്നത്. കാരണം 3-ാം ദിവസമായിരുന്നു ND അപ്പച്ചനെയും ഒപ്പം തന്നെ KK ഗോപിനാഥനെയും അറസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ IC ബാലകൃഷ്ണന്റെ അറസ്റ്റിന് കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ് അനൂപ് നമ്മളോട് പറയുന്നത് വയനാട്ടിൽ നിന്ന്.